ലൂസിഫർ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം മലയാളികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഫിലിമായിരുന്നു ലൂസിഫറിന്റെ 2 എമ്പുരാൻ എന്ന ചിത്രം. ഈ എമ്പുരാൻ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതോടുകൂടി വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത് നമ്മൾ ഓരോരുത്തരും. കാരണം ഈ ചിത്രത്തിലെ ചില കണ്ടന്റുകൾ ഹിന്ദു സംഘടനകളെ വല്ലാത്ത രീതിയിൽ പ്രകോപിതരാക്കുന്നതായിരുന്നു. ഗുജറാത്ത് കലാപവും അതേപോലെ തന്നെ ബാബ ബജ്രംഗിയുടെ പേര് പരാമർശിച്ചതും അത്തരം രീതിയിലുള്ള ആ ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഗുജറാത്ത് കലാപത്തെ ചിത്രീകരിക്കുന്നു എന്ന പേരിൽ വളരെ വലിയ വിമർശനമാണ് ഈ ചിത്രത്തിന് നേരെ രാജ്യവ്യാപകമായ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഹിന്ദു മുഖപത്രമായ ഓർഗനൈസറിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ഈ ചിത്രം ഏകപക്ഷികമായി ഹിന്ദുക്കളെ വേട്ടയാടുന്നതാണ്. ഇത് ഗുജറാത്ത് കലാപത്തിന്റെ ഒരു മുഖം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്, മറു സൈഡിനെ പറ്റി ഇത് പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമയാണെന്നും സിനിമ ബഹിഷ്കരിക്കണമെന്നുള്ള ശക്തമായ നിലപാടും അതേപോലെ തന്നെ ഈ സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കണം എന്ന തരത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ നിയമ നടപടികളിലേക്കൊക്കെ സിനിമയ്ക്കെതിരെ വ്യക്തികൾ കടന്നുപോയി എന്നുള്ളത് പ്രത്യേകാൽ ഈ സമയത്ത് ഞാൻ എടുത്തു പറയട്ടെ. മുൻ IPS ഉദ്യോഗസ്ഥ R. ശ്രീലേഖ അവർ ഇപ്രകാരമാണ് ഈ സിനിമയെ പറ്റി പറഞ്ഞത്: പക്ക പോക്കൃത്തരമാണ് ഈ സിനിമയിൽ ഉള്ളത് എന്നുള്ളത്. ഒരുപക്ഷെ കണ്ടവർക്കറിയാം ഈ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്നുള്ളത്. ഗുജറാത്ത് കലാപത്തിൽ തുടങ്ങി ആ കലാപത്തിൽ ഉൾപ്പെട്ടവരെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അത് റിവഞ്ച് ആക്കി വെച്ച് മനസ്സിൽ റിവഞ്ച് കൊണ്ട് നടന്ന ഒരു പയ്യൻ പിന്നീട് ബാബ ബജ്രംഗി എന്ന് പറയുന്ന ആ വില്ലൻ കഥാപാത്രത്തെ കൊന്ന് തന്റെ പ്രതികാരം വീട്ടുന്നതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. R. ശ്രീലേഖയുടെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ഈ സിനിമ പക്ക പോക്കൃത്തരം ആണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. മലയാളികളുടെ സിനിമാ വീക്ഷണത്തെ ഈ ഇടയായിട്ട് വരുന്ന ഇത്തരം രീതിയിലുള്ള ക്രൈമിനെ കൂടുതൽ കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ ഈ ക്രൈമിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളാണ് നമ്മൾ കണ്ടുവരുന്നത്. അത്തരം രീതിയിൽ വളരെയധികം വെട്ടും കൊലയും കുത്തും ഒക്കെ ഉള്ള ഈ ഒരു സിനിമ മലയാളികളുടെ സിനിമാ പ്രേമത്തെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു സിനിമയെന്നുള്ള ഒരു പ്രതീക്ഷയെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റി R. ശ്രീലേഖ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ സിനിമയ്ക്കകത്ത് മുഴുവനും വെട്ടും കുത്തും കൊലപാതകവും മാത്രമേ ഉള്ളൂ, സ്ത്രീ പീഡനം, ഇത്തരം കാര്യങ്ങളാണ്. ഇതൊരിക്കലും കുട്ടികളെ കാണിക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അത് പക്കയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു സിനിമയെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ഒരു കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് കാണാൻ നല്ല മൂല്യങ്ങൾ നൽകുന്ന പ്രദാനം ചെയ്യുന്ന ആണ് നമ്മളുടെ ഒരു സിനിമ കൺസെപ്റ്റ് എന്നുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഇടയായിട്ട് വരുന്ന ഒട്ടുമിക്ക സിനിമകളും വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്നു, ഡ്രഗ്സിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇത്തരം സിനിമകളിൽപ്പെട്ട ഒരു സിനിമയായി എമ്പുരാൻ അധംപതിച്ചു പോയി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ചില കുതന്ത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. പൃഥ്വിരാജ് ഈ സിനിമയെ കച്ചവടം ചെയ്ത രീതി അല്ലെങ്കിൽ ഈ സിനിമയുടെ പബ്ലിസിറ്റി വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞാൽ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള രീതിയിലാണ്. കാരണം ഹിന്ദുക്കളെ ചൊറിഞ്ഞുകൊണ്ടും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ പ്രീണിപ്പിച്ചുകൊണ്ടുമാണ് പൃഥ്വിരാജ് ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഈ സിനിമ ആദ്യോടന്തം കണ്ട് ഇറങ്ങിയ ഏതൊരു വ്യക്തിക്കും പച്ചവെള്ളം പോലെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഗുജറാത്ത് കലാപവും അതേപോലെ ബാബ ബജ്രംഗിയെയും ഈ സിനിമയിലൂടെ കുറ്റവാളികളുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പൃഥ്വിരാജ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന തുടക്കം ഹിന്ദു സംഘടനകളിൽപ്പെട്ടവരെയും ഹിന്ദുക്കളെയും ചൊറിയുന്ന രീതിയിലുള്ളതാണ്. അങ്ങനെ ചൊറിഞ്ഞു തുടങ്ങിയ ഈ സിനിമ ഹിന്ദുക്കളുടേതായിട്ടുള്ള എതിർപ്പിനും ഹിന്ദു സംഘടനകളുടെ ശക്തമായിട്ടുള്ള പ്രതിരോധത്തിനും വഴിവെച്ചു എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. സിനിമ റിലീസ് ചെയ്ത 1ാമത്തെ ദിവസം തന്നെ സിനിമ കണ്ടിറങ്ങിയ വ്യക്തികൾ തിയേറ്ററുകളിൽ നിന്ന് നൽകിയിട്ടുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നമുക്ക് ഏറെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം, സാധാരണഗതിയിൽ പോകേണ്ട ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേക വിലോസിറ്റി, ഒരു ബൂസ്റ്റിംഗ് കൊടുത്തതാണ് ഈ ഹിന്ദു സംഘടനകളെ ചൊറിയുന്നതിലൂടെ പൃഥ്വിരാജ് ഇതിന്റെ പബ്ലിസിറ്റി കൂട്ടി എന്നുള്ളതാണ്. ശരിയല്ല ഞാൻ പറഞ്ഞത്? പബ്ലിസിറ്റി കൂട്ടി. ഈ സിനിമയിൽ എന്താണ് ഉള്ളത്? ഇപ്പൊ ഗുജറാത്ത് കലാപത്തെ പറ്റി അറിയാത്തവർ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെ പറ്റി ഒരു കേട്ടുകേൾവി മാത്രമുള്ളവർക്ക് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ഇതെല്ലാം എന്താണ് ഉള്ളത് അല്ലെങ്കിൽ ഇത്രയേറെ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന എന്താണ് ഈ സിനിമയിൽ ഉള്ളത് എന്ന്
കാണാനുള്ള ഒരു അഡീഷണൽ ആകാംക്ഷ. ഇതുവരെ ഈ സിനിമയൊന്നും വന്ന് കണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് ചിന്തിച്ചവർ ഇപ്പൊ അത് കണ്ടില്ലെങ്കിൽ ഏതാണ്ട് വലിയൊരു നഷ്ടം ആണ് എന്നുള്ള ഒരു ചിന്ത ഇത്തരം ആൾക്കാരുടെ ഉള്ളിൽ ജനിപ്പിക്കാൻ ഈ ഒരു വിവാദത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പൃഥ്വിരാജ് നടത്തിയ സൈക്കോളജിക്കൽ ഗെയിം. ആ സൈക്കോളജിക്കൽ ഗെയിമിൽ ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിനാണ് നേട്ടം എന്നുള്ളത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ സിനിമയുടെ മറ്റു ഭാഗങ്ങൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. ഇതിലേറിയ പങ്കും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന തരത്തിലല്ലേ ആണ്. അത് കണ്ടവർക്കറിയാം, അത് വളരെ വ്യക്തമാണ്. ഗുജറാത്ത് കലാപത്തിന് ഇത്രയധികം ഹൈക്ക് കൊടുക്കുന്നതിലൂടെ അവരൊരു പീഡിത വർഗമാണെന്നും അവരെ കാരണം കൂടാതെയാണ് ഈ ഗുജറാത്ത് കലാപത്തിൽ അവരെ പീഡിപ്പിച്ചതെന്നും അവരൊരു എന്താ പറയുന്ന ഇരയായിട്ടും ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിൽ ഉൾപ്പെട്ടവരെ വേട്ടക്കാരായിട്ടും ചിത്രീകരിക്കുന്നതിലൂടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുജനത്തിന്റെ വെറുപ്പിനും അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ ഒരു പരിലാളനയ്ക്കും അല്ലെങ്കിൽ അവരെ ഇത്തരം രീതിയിൽ അന്യായമായിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ള തരത്തിലേക്ക് ഈ സിനിമയുടെ ചിത്രീകരണം വരുന്നു. ഈ ചിത്രീകരണം വരുന്നതിലൂടെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതും അത്തരം ആൾക്കാരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാനും പൃഥ്വിരാജ് സുകുമാരൻ ഈ സിനിമയിലൂടെ ശ്രമിച്ചു. തന്റെ നേട്ടം കൊയ്യാൻ വേണ്ടി, തനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗീയത ഈ ചിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ സിനിമ വന്നതോടുകൂടി ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഒരു വിഭാഗീയത പലയിടങ്ങളിലും അത് രൂക്ഷമായി എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള കമന്റുകൾ, അത്തരം രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പല സോഷ്യൽ മീഡിയ വോളുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇതിൽ മറ്റൊരു സ്ഥലത്ത് ഒരു മുസ്ലിം പ്രീണനം നടത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ജു വാര്യർ IUFന്റെ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഒരു പൊതുയോഗം വിളിച്ചു ചേർക്കുന്നു. ഈ പൊതുയോഗത്തിൽ വെച്ചുകൊണ്ട് അവർ തങ്ങളുടെ ലീഡർഷിപ്പിനെ പറ്റിയുള്ള ഒരു ആധികാരിക പ്രസംഗം നടത്തുന്നു. ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് EDയുടെയും അതേപോലെ തന്നെ CBIയുടെയും ആൾക്കാർ അറസ്റ്റ് വാറണ്ടുമായിട്ട് മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ ഈ കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവർ ചോദിക്കുന്നു, അറസ്റ്റ് വാറണ്ട് ഉണ്ടോ? നോൺ ബെയിലബിൾ ആണോ? യെസ്, നോൺ ബെയിലബിൾ ആണ്. അപ്പോൾ ഇപ്രകാരം പറയുമ്പോൾ അവർ പറയുന്നത് എന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്രകാരം വിലങ്ങ് വെച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചുറ്റും കൂടിയിരുന്ന മീഡിയാസിന് കൊടുക്കുന്ന അവരുടെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അത് ആനുകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ആ പ്രസ്താവന ഇപ്രകാരമാണ്: കേന്ദ്ര ഗവൺമെന്റിന്, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണപക്ഷ പാർട്ടിക്കെതിരെ ഒരു ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്കെതിരെ ഒരു നീക്കം, മൂവ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ അവരെ ED ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ CBI ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു വിവാദ പരാമർശമാണ് ആ സിനിമയിൽ മഞ്ജു വാര്യർ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ആരെയാണ് ED ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ CBI ഉപയോഗിച്ചുകൊണ്ടും പൂട്ടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവര് തീവ്രവാദത്തിന് അനുകൂലമായ നടപടിയെടുക്കുകയും രാജ്യവ്യാപകമായിട്ടുള്ള രാജ്യവിധ്വംസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ ED ഉപയോഗിച്ചുകൊണ്ടും അതേ CBI ഉപയോഗിച്ചുകൊണ്ടും കേന്ദ്ര ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ തന്നെ അവരെ തടയിടാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ഒരു ശബ്ദമാക്കിക്കൊണ്ട് ഈ ഒരു സിനിമയെ പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നതും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള വലിയ രൂക്ഷമായ വിമർശനം, അതേപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഈ സിനിമയിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഈ ഗുജറാത്ത് കലാപത്തെ ഉയർത്തി കാണിച്ചത് കൊണ്ടും അവരുടെ പ്രശംസയും കയ്യടിയും നേടാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഭയാനകമായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇസ്ലാമിക തീവ്രവാദം. ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, ഈ ഒരു രാജ്യത്തെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള മറുപുറത്തെ ശ്രമങ്ങളും ഒരുപോലെ രാജ്യത്തിന് ഭീതിയും അതേപോലെ തന്നെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതും ആണ് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അപ്പൊ 17 ഇടങ്ങളിൽ സിനിമയിൽ സ്വമേധയായിട്ടുള്ള കട്ടിങ് ഇതിന്റെ അണിയറ പ്രവർത്തകർ വിവാദങ്ങൾക്ക് ശേഷം ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ വിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇവരിപ്പോഴാണോ അറിയുന്നത്? അല്ലല്ലോ, ഇവർക്കിത് മുന്നമേ അറിയാവുന്ന കാര്യമാണ്. ഈ വിവാദം പടച്ചുവിട്ട് ഈ സിനിമയെ
ഒരു ആവറേജ്, ബിലോ ആവറേജ് ഫിലിമാണ്. ഇതിനകത്ത് ഒരു കഥയെന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കഥയില്ല. നമുക്കൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സിനാരിയോ പോലും ഇതിനകത്ത് ഇല്ല. ലൂസിഫർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാം, നമുക്ക് കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഓർഗനൈസ്ഡ് അല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ എവിടേക്കോ എന്തൊക്കെയോ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. കുറെ വെട്ടും കുത്തും കൊലപാതകം എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ, ഗുജറാത്ത് കലാപത്തെ ഉയർത്തി കാണിച്ചു എന്നുള്ളത് വെച്ചാൽ, മുല്ലപ്പെരിയാറിന്റെ വിഷയം വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഈ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല. ഒരു പൊള്ളയായ സിനിമ. അപ്പൊ ഈ പൊള്ളയായ സിനിമയെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കുക, ഏതെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു ഹൈക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരിതിലൂടെ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 17 ഈ സെൻസറിങ് അല്ലെങ്കിൽ സെൽഫ് സെൻസറിങ് വന്നെങ്കിലും, മ്യൂട്ടേഷൻ പല ഭാഗങ്ങളിലും വന്നെങ്കിൽ പോലും ഈ സിനിമ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ജനങ്ങൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയുടെ പുറത്ത് പോയി കണ്ട് ഈ സിനിമ ഒരു തരത്തിൽ പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരമാക്കിക്കൊണ്ട് ഒരു വിജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ ചിത്രം ഈ രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. അപ്പൊ രാജ്യത്തെ 2 തീവ്രവാദ ശക്തികളെ ഒന്നിനെ ചൊറിഞ്ഞും മറ്റൊന്നിനെ താലോലിച്ചും കൊണ്ട് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിഭാഗീയത ഉണ്ടാക്കുന്നതും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള ഒരു കോമാളിത്തരം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവീകതയ്ക്കെതിരായിട്ടുള്ള പൈശാചിക മൂല്യങ്ങളെ ഉയർത്തിക്കാണിക്കുന്ന ഒരു സിനിമ. പൃഥ്വിരാജ് ഏതോ ഇലൂമിനാറ്റിയുടെയോ അല്ലെങ്കിൽ ഫ്രീമേസൺസിൽ പെട്ട ആളോ ഒക്കെ ആണെന്ന് നമുക്ക് ഈ സിനിമ കാണുന്നതിലൂടെ നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ സിനിമയ്ക്ക് ലൂസിഫർ ഒരു പൈശാചിക പേര് നൽകുന്നു. രണ്ടാമത്തെ സിനിമയ്ക്ക് നൽകുന്നത് L2 എന്ന് പറഞ്ഞ് എമ്പുരാൻ. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്റെ പ്രഭു എന്നുള്ളത് ഓക്കെ. പക്ഷെ നമുക്കറിയാം ക്രിസ്തീയ സമുദായത്തിൽ കത്തോലിക്കരൊക്കെ തമ്പുരാനെ എന്നാണ് ദൈവത്തെ വാഴ്ത്തുന്നത്. സർവശക്തനായ ദൈവത്തെ തമ്പുരാൻ എന്ന് വാഴ്ത്തുമ്പോൾ അതിനെതിരായിട്ടുള്ളൊരു സ്വരമായിട്ടാണ് ഇവിടെ എമ്പുരാനെ പ്രദർശിപ്പിക്കുന്നത്. വീണുപോയ മാലാഖയെ പറ്റിയാണ് ഈ സിനിമയിൽ പലയിടങ്ങളിലും പരാമർശം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെക്കാട്ടും വലുതായിട്ട് സാത്താനെ ഉയർത്തി കാണിക്കുന്ന, അല്ലെങ്കിൽ പൈശാചിക മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുന്ന ഒരു വൈകൃതം പിടിച്ച സിനിമയാണ് ഈ എമ്പുരാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ മലയാള സിനിമയുടെ ഭാവിയായി മാറിയേക്കാവുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരളീയ തനിമയും അതിന്റെ സാംസ്കാരികതയ്ക്കൊക്കെ പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു മൂല്യത്തിന് എതിരായി നിന്നുകൊണ്ട് സിനിമ സൃഷ്ടിക്കുകയാണ് ഈ എമ്പുരാനിലൂടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും പുള്ളി ഒരു നല്ല ഒരു മോറൽ തോട്ട് ഇതിൽ കൂടെ നൽകുന്നില്ല നമുക്ക്. ഇതിൽ നൽകുന്നത് മുഴുവൻ ഒരു പൈശാചികതയുടെയും അതേപോലെ തന്നെ ഒരു കൊലപാതകത്തിന്റെയും സ്ത്രീ പീഡനത്തിന്റെയും രാജ്യവിരുദ്ധതയുടെയുമായിട്ടുള്ള മെസ്സേജാണ് എമ്പുരാനിലൂടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിനിമയെന്ന് പറയുന്നത് നമുക്ക് യാതൊരു രീതിയിലുമുള്ള ഗുണങ്ങളല്ല നൽകുന്നത്, ഗുണത്തെക്കാൾ ഏറെ നമ്മളെ ദോഷത്തിലേക്ക് തള്ളിവിടുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യവിരുദ്ധനാക്കി നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന വൈകൃതം പിടിച്ചൊരു സിനിമയാണ് ഈ എമ്പുരാൻ എന്നുള്ളത്. ഒരു ഫാമിലി ആയിട്ട് പോയിരുന്നു നമ്മുടെ കുട്ടികളെ കാണിക്കാൻ വേണ്ടി പറ്റുന്നൊരു സിനിമയല്ല. വളരെ മോശം ആയിട്ടുള്ള ഒരു കഥയാണ് ഈ എമ്പുരാനിലൂടെ പൃഥ്വിരാജ് പുറത്തുവിട്ടിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരനോടും ഇതിന്റെ അണിയറ പ്രവർത്തകരോടും പറയുവാനുള്ളത്, നിങ്ങൾ ഇത്തരം സിനിമയാണ് ഇനി L3 ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന്റെ ബാക്കിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നെങ്കിൽ ദൈവത്തെ ഓർത്ത്, നിങ്ങൾക്ക് ദൈവമില്ല എന്നറിയാം എങ്കിലും പറയുകയാണ്, നിങ്ങൾ ഇത് ചെയ്യരുത്. ഈ കേരള സമൂഹം ഒന്ന് ഡ്രഗ്സിന്റെ പുറകെ പോയി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രഗ്സ് ഇതിന്റെ ഉപയോഗം കൂടിക്കൊണ്ട് നിങ്ങളുടെ ഇത്തരം രീതിയിലുള്ള വയലൻസുകളുള്ള സിനിമകൾ കണ്ടും കേരളം ഇന്നൊരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കൊലപാതകങ്ങളും ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിന് വിപരീതമായിട്ട് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഈ യങ്സ്റ്റേഴ്സിനെ, ഈ പറയുന്ന ജനറേഷനെ നല്ല മോറൽ തോട്ട്സിലേക്ക് വിടേണ്ട ഒരു സിനിമ ചിത്രീകരിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ്സ് അബ്യൂസിനെ പറ്റി പ്രൈസ് ചെയ്തുകൊണ്ടും അതേപോലെ കൊലപാതകങ്ങളെ പ്രൈസ് ചെയ്തുകൊണ്ടും കലാപങ്ങളെ പ്രൈസ് ചെയ്തുകൊണ്ടുമുള്ള നിങ്ങളുടെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ മോശം ചിത്രീകരണമാണ്. അതുകൊണ്ട് തന്നെ L3 നിങ്ങൾ ഇത്തരം രീതിയിൽ എന്ത് ചെയ്യരുതോ, നിർമ്മിക്കരുത് എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പൊതു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിച്ച ഒരേ ഒരു കാര്യം മാത്രമാണ്, പൃഥ്വിരാജിന്റെ ഒരു കുബുദ്ധിയെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ചത്. കാരണം ഹിന്ദുക്കളെ ചൊറിഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടും ചെയ്ത് ഒരു വിജയം നേടാൻ വേണ്ടിയിട്ട്, ഒരു കഥയുമില്ലാത്ത പൊള്ളയായ ഈ സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് ഈ സിനിമയിൽ പല കാര്യങ്ങളിലും ഇതിന്റെ സ്ക്രിപ്റ്റിലും പൃഥ്വിരാജ് മാറ്റം വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തന്നിഷ്ടപ്രകാരം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കോമാളിത്തരം മാത്രമായിട്ടാണ് ഈ എമ്പുരാൻ എന്നുള്ള സിനിമയെ പറ്റി
എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കണ്ടിറങ്ങിയ ഓരോ വ്യക്തിക്കും പറയാനുള്ളതും ഇത്തരത്തിലുള്ള അഭിപ്രായമാണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേരള സമൂഹത്തിന് വേണ്ടത് ഇത്തരം സിനിമകളല്ല, ഇത്തരം വിഭാഗീയത ഉണർത്തുന്ന സിനിമയല്ല, ഇത്തരം രീതിയിൽ വയലൻസ് ഉണ്ടാക്കുന്ന സിനിമയല്ല. കേരളത്തിന് വേണ്ടുന്ന നമ്മുടെ പൈതൃകവും തനിമയൊക്കെ അതിനെ പരിപോഷിപ്പിക്കുന്നതും അതിനെ ഉയർത്തി കാണിക്കുന്നതുമായിട്ടുള്ള മൂല്യമുള്ള സിനിമകൾ ഇനിയും ചെയ്യാൻ വേണ്ടി പൃഥ്വിരാജ് സുകുമാരൻ ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഒരു വീഡിയോ നിർത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.